സ്വന്തം അമ്മയോടെന്ന പോലെ മനസ്സിലുള്ള സങ്കടങ്ങളും പരീക്ഷാപേടിയും പരിശുദ്ധ അമ്മയോട് തുറന്നു പറയുവാൻ കുട്ടികളെ പഠിപ്പിക്കുക. അമ്മ ഒരിക്കലും നമ്മെ കുറ്റപ്പെടുത്തില്ല, മറിച്ച് സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുകയുള്ളൂ. ആ ചിന്ത അവർക്ക് വലിയൊരു ആശ്വാസം നൽകും. പഠിക്കാൻ ഇരിപ്പാകുന്നു മുമ്പേ രാത്രി കിടക്കാൻ നേരത്തെ അമ്മയോർത്ത് ഒരു നന്മ നിറഞ്ഞ മറിയമേ പ്രാർത്ഥിക്കുന്നത് മനസ്സിലെ അസ്വസ്ഥതകൾ മാറ്റി വലിയൊരു സമാധാനവും ഏകാഗ്രതയും നൽകും. ജീവിതത്തിൽ എല്ലാവരും നമ്മെ തള്ളിപ്പറയുമ്പോഴും പരാജയങ്ങളിൽ കുറ്റപ്പെടുത്തുമ്പോഴും യേശുവിൻ്റെ കുരിശിൻ ചുവട്ടിൽ ഇടറാതെ നിന്ന പരിശുദ്ധ അമ്മ നമ്മുടെ പരാജയങ്ങളിലും കൂടെയുണ്ടാകും. തോൽവികൾ ജീവിതത്തിൻ്റെ അവസാനമല്ല, മറിച്ച് ഒരു പുതിയ തുടക്കമാണെന്ന പ്രത്യാശ അമ്മയുടെ സ്നേഹം നമുക്ക് നൽകുന്നു. മാർക്ക് കുറഞ്ഞു പോയതിലോ പരാജയപ്പെട്ടതിലോ ഓർത്ത് സ്വയം നിന്ദിക്കാതിരിക്കുക. അമ്മയുടെ സ്നേഹവലയത്തിൽ അഭയം തേടിക്കൊണ്ട് അടുത്ത തവണ കൂടുതൽ നന്നായി അമ്മയോട് ജ്ഞാനവും ധൈര്യവും ചോദിക്കുക. പരീക്ഷാ ഹാളിൽ കയറുമ്പോൾ നെഞ്ചിടിപ്പ് കൂടുമ്പോഴും ചോദ്യപേപ്പർ കണ്ട് ഭയം തോന്നുമ്പോഴും കണ്ണുകളടച്ച് ഒന്ന് പ്രാർത്ഥിക്കുക. അമ്മേ, എൻ്റെ കൂടെ ആയിരിക്കണമേ. ഈ ഒരു ചെറിയ ചിന്ത പോലും വലിയ ആശ്വാസം നൽകും. പരിശുദ്ധ അമ്മയുടെ വാത്സല്യം കുട്ടികൾക്ക് ആദ്യം അനുഭവപ്പെട്ടത് സ്വന്തം അമ്മമാരിലൂടെയും മാതാപിതാക്കളുടെയുമാണ്. പരീക്ഷാക്കാലത്ത് കുട്ടികൾ അമിതമായ സമ്മർദ്ദത്തിലാക്കാതെ അവർ ചേർത്ത് പിടിച്ച് ഞങ്ങൾ നിൻ്റെ കൂടെയുണ്ടെന്ന് ഉറപ്പാക്കുന്നത് പരിശുദ്ധ അമ്മയുടെ അതേ സ്നേഹത്തിൻ്റെ പ്രതിഫലനമാണ്. മാർക്കുകളുടെയും ഗ്രേഡുകളുടെയും അടിസ്ഥാനത്തിലല്ല പരിശുദ്ധ അമ്മ നമ്മെ സ്നേഹിക്കുന്നത്. നമ്മൾ എങ്ങനെയുള്ളവരാണോ അങ്ങനെ തന്നെ അമ്മ നമ്മെ സ്നേഹിക്കുന്നു. പരീക്ഷകളിൽ ഉണ്ടാകുന്ന വീഴ്ചകൾ താൽക്കാലികം മാത്രമാണ്. അമ്മയുടെ കരം പിടിച്ച് പ്രാർത്ഥനയോടെ മുന്നോട്ട് പോയാൽ ജീവിതത്തിലെ ഏത് വലിയ പരീക്ഷയും കുട്ടികൾക്ക് പുഞ്ചിരിയോടെ നേരിടാൻ സാധിക്കും.